മുണ്ടെടുത്ത മോദി എന്ന് പിണറായിയെ വിളിക്കുന്ന ആൾക്കാരാണ് ഈ സതീശനും കൂട്ടരൊക്കെ. സതീശൻ മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല, അതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. സതീശൻ ഒറ്റയ്ക്ക് നിന്നിട്ട് സ്വന്തമായിട്ട് അവിടെ നിന്നിട്ടും 1000 വോട്ട് കിട്ടുമോ? മോദി ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ ജനാധിപത്യപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ട അണ്ടനെ ഉടനെയും പിടിച്ചിട്ട് ഓരോ സ്ഥാനത്ത് കൊണ്ടേ ഇരുത്തുന്നില്ല. കാല് പിടിക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ സതീശൻ കണ്ടിട്ടുള്ളൂ. സതീശനാണെങ്കിൽ കാല് പിടിക്കാൻ പോകും. ഇപ്പം സതീശന്റെ കയ്യിൽ പോകുന്നുണ്ട്. അൻവർ നന്നായി വോട്ട് പിടിക്കും. ആ വോട്ട് പിടിക്കുന്നത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടാവും പിടിക്കുക. സ്വരാജ് ജയിച്ചു പോകും. അൻവർ സ്വന്തമായി ഇന്നിങ്ങനെ വോട്ട് ബാങ്കുള്ള ഏത് നേതാവാണ് കേരളത്തിലുള്ള? കൊട്ടേഷനാണ് പിണറായി വിജയന്റെ കൊട്ടേഷൻ. കാരണം നിലമ്പൂർ സീറ്റ് ഇങ്ങോട്ട് തന്നളാ സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. അത് ഈ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അവർക്ക് പക്ഷെ വിവരം വെച്ച് വരും. നമസ്കാരം, വൈറ്റ് സ്പാൻ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ് മെയിൻ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് UDFന്റെ സ്ഥാനാർത്ഥി കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ടായത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ പങ്കെടുത്തില്ല എന്നതാണ്. ഒന്ന് സുധാകരനാണ്, ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, ഒന്ന് മുരളീധരനാണ്. ഇവർ 3 പങ്കെടുക്കാതെയാണ് ആ കൺവെൻഷൻ നടക്കുകയുണ്ടായത്. എന്തായിരിക്കാം ഇതിനുള്ളൊരു കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികളാണോ ഇതിന് കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? ഇത് പിന്നെ ചെറിയൊരു സൂചന കൊടുത്തതാണ്, ഒരു ചെറിയ ഡോസ്. കാരണം സതീശന്റെ ഏകാധിപത്യ പ്രവണതക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട്. കാരണം സതീശൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത്. മുണ്ടെടുത്ത മോദി എന്ന് പിണറായിയെ വിളിക്കുന്ന ആൾക്കാരാണ് ഈ സതീശനും കൂട്ടരൊക്കെ. ആ വിളിക്കാനുള്ള യോഗ്യത എന്താണെന്നുള്ള ആദ്യം ആത്മപരിശോധന സതീശൻ നടത്തണം. പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെ സംസാരിക്കുന്ന സതീശൻ, പിണറായി ഒന്നും അല്ലെങ്കിൽ പാർട്ടി ഘടകത്തിനകത്ത് പേരിന് വേണ്ടിയിട്ടെങ്കിലും ജനാധിപത്യ സംവിധാനമുണ്ട് CPMന്റെ സ്ട്രക്ചറിനകത്ത്. മുന്നണിക്കകത്തും വലിയ പ്രശ്നങ്ങളൊന്നും ആരും പരസ്യമായിട്ട് പറയുന്നില്ല. സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഒരു ടീമും കൂടി ആയിട്ടല്ല നിൽക്കുന്നത്. സതീശൻ്റെ കൂടെ ആരാ ഉള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ? സതീശൻ പിൻവാതിൽ കൂടി പ്രതിപക്ഷ നേതാവായ ആളാണ്. 2021 ഭരണം നഷ്ടപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തലയെ സതീശന് സത്യത്തിൽ നിയമസഭാ കക്ഷിക്കകത്ത് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. മറ്റൊരു പറഞ്ഞു ഭൂരിപക്ഷം ഉണ്ട്, ഉണ്ടാക്കി കിട്ടിയതാ. അങ്ങനെ KC വേണുഗോപാൽ ചെയ്തു കൊടുത്തൊരു ഫേവറാണ്. അങ്ങനെ ചെയ്തു കൊടുത്ത് ഒരു സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയതാണ്. പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിക്കപ്പെട്ടതിന് ശേഷം പോലും സതീശൻ അപ്പം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ആരെങ്കിലും വിളിച്ച് ഹൈബി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. കാരണം സതീശൻ അവിടെ പോയിട്ട് ഒളിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതിൽ ഇപ്പം ചിലപ്പോൾ എറണാകുളം DCC പ്രസിഡന്റ് ഒരാളെ ആക്കണം എന്ന് പറയും, MP എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരാളെ ആക്കണം എന്ന് ചിലപ്പോൾ ഹൈബി പറയും, ചിലപ്പോൾ അൻവർ സാദത്ത് ഒരാളെ ആക്കണം എന്ന് പറയുന്നത് തള്ളിക്കളയാൻ പറ്റില്ല. ആ തള്ളിക്കളയാൻ പറ്റാതെ ആകുമ്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന എഴുതിയിട്ട് മൊത്തം സതീശൻ്റെ വ്യക്തിപരമായിട്ട് പാർട്ടിയുടെ കേഡർമാരെന്നുള്ളതും കൂടി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിയോടോ പാർട്ടി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയോടോ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിനകത്തുള്ള മറ്റു ഘടകകക്ഷികളോടോ ഒക്കെ ഒന്ന് കൂടിയാലോചിച്ചിട്ട് നല്ല ടീമിനുണ്ടാക്കുന്നതിന് പകരം സതീശൻ്റെ വ്യക്തിപരമായ അജണ്ടകൾ പാർട്ടി താല്പര്യത്തിനകത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന, സ്വന്തം ഇമേജ് പ്രതിച്ഛായം എനിക്കെടുക്കാൻ പറ്റുന്ന ഒരു ടീമിനെ മാത്രം ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അടുത്ത് വന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടക്കം സതീശന്റെ ഒരു പിൻബലത്തോടെയാണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് പല വാർത്തകളിലൂടെയൊക്കെ മനസ്സിലായ കാര്യമാണ്. കാരണം എവിടെയൊക്കെയോ സതീശന്റെ ഒരു പിൻബലം ഈ നേതാക്കൾക്കൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയും അദ്ദേഹത്തിന് ഒരു പിടിവള്ളി ഉണ്ടെന്നല്ല അതിന്റെ അല്ല. അതിനകത്ത് ഇപ്പോൾ അതിൽ ഇപ്പോഴെന്ന് വെച്ചാൽ സതീശൻ്റെ ആകെ ഉള്ളത് ഇപ്പോൾ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ KC മാത്രമേ ഉള്ളത്. അതൊക്കെ എത്രത്തോളം പോകുന്നുള്ളത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. കാരണം KCക്ക് ഉണ്ടാവുമല്ലോ എന്നിട്ട് മുഖ്യമന്ത്രി ആവണം എന്നുള്ള ആഗ്രഹം. സതീശൻ്റെ ഉടുപ്പൊക്കെ അടിച്ചു വെച്ചിരിക്കുക. സതീശൻ മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല, അതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. സതീശൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സതീശനെ തുർവാശി പിടിച്ചിട്ടാണ് ഈ അൻവറിൻ്റെ ആരെങ്കിലും ഒരാൾ മുന്നണിക്ക് വരും. അതും 10 വെറുതെ വരുന്ന വഴിയെ കൂടി പോണ നേതാവല്ല, സ്വന്തമായ ഒരു വോട്ട് ബാങ്കുള്ള അത് 4 മണ്ഡലങ്ങൾ സ്വന്തമായിട്ട്. ഏറനാട് മണ്ഡലത്തിൽ 2011 പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് ഇരു മുന്നണികളോട് മത്സരിച്ച് സ്വന്തമായിട്ട് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തിയ PV അൻവർ, വണ്ടൂരിൻ്റെ സ്വന്തമായിട്ട് വോട്ട് ബാങ്കുള്ള PV അൻവർ, തിരുവമ്പാടിൻ്റെ സ്വന്തമായിട്ടുള്ള വോട്ട് ബാങ്കുള്ള PV അൻവർ, നിലമ്പൂരിലെ സ്വന്തമായിട്ട് വോട്ട് ബാങ്കുള്ള ഒരു വ്യക്തിയാണ്. സതീശൻ ഒറ്റയ്ക്ക് നിന്നിട്ട് സ്വന്തമായിട്ട് അവിടെ നിന്നിട്ട് 1000 വോട്ട് കിട്ടുമോ? സതീശൻ കിട്ടുമായിരിക്കും, 3000 വോട്ട് വരെ കിട്ടുമായിരിക്കും. 3000 വോട്ടിനപ്പുറമൊന്നും കിട്ടില്ല. പണ്ട് ശോഭന ജോർജ് എങ്ങനെ ഒരു മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വന്തമായ ജനകീയ അടിത്തറയൊന്നുമല്ല. അതൊക്കെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ്. അത് സതീശൻ മറന്നു പോകരുത്. അതുകൊണ്ടേ പറഞ്ഞു സതീശൻ പിണറായിസം എന്ന് പറഞ്ഞിട്ട് പിണറായിക്കെതിരെ പറയാനുള്ള എന്ത് യോഗ്യതയുള്ളതെന്നുള്ളത്. മുണ്ടെടുത്ത മോദി എന്ന് പിണറായിയെ വിളിക്കുന്നതിൽ തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. കാരണം മോദി ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ ജനാധിപത്യപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
കണ്ട അണ്ടറിനെ ഉടനെ പിടിച്ചിട്ട് ഓരോ സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുന്നില്ല. അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ടെക്നോക്രാറ്റിനെ പിടിച്ചിട്ട് പിന്നെ റെയിൽവേ വകുപ്പ് ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ഡിപ്ലോമാറ്റിനെ, എസ് ജയശങ്കറിനെ പോലെയുള്ള ഡിപ്ലോമാറ്റിനെ, വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പിന്നെ വിരമിച്ച പിന്നെ പ്രവർത്തിച്ച ഒരു പിന്നെ IFS ഉദ്യോഗസ്ഥനെ കൊണ്ടുപോയി വിദേശകാര്യ വകുപ്പ് ഏൽപ്പിക്കുന്നു. ഓരോ മേഖലയ്ക്കും ആപ്റ്റായിട്ടുള്ള ആൾക്കാർ, രാജ്നാഥ് സിംഗിനെ പോലെ അദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള പാർട്ടിയിലുള്ള എന്നാൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിട്ടൊക്കെ കഴിവ് തെളിയിച്ച ആളെ അവിടെ കൊണ്ടുപോയാക്കണം. ഇവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ട്. അവർ ശോഭിക്കുന്നിടത്ത് അവർ ശോഭിക്കുന്നുണ്ട്. പിണറായി വിജയൻ കോവിഡ് കാലഘട്ടത്തിൽ കാണിച്ച മാതിരി ഒറ്റ ദിവസം ശൈലജ ടീച്ചർ എല്ലാ ദിവസവും ബ്രീഫിംഗ് നടത്തുമ്പം, അന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ് നടത്തുമ്പം മൂപ്പരിങ്ങനെ നോക്കിയപ്പോൾ മൂപ്പർക്ക് തോന്നിയത് നല്ല പരിപാടിയാണെന്ന്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാരെല്ലാം വീട്ടിലിരിക്കുക. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാൻ പറ്റില്ല, ഒക്കെ ലോക്ക്ഡൗൺ ആണ്, ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ പിന്നെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി മലയാളികൾ ഇങ്ങനെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുമ്പം മൂപ്പര് ഒരു ദിവസം വന്നിട്ട് മൈക്ക് പിടിച്ചു, അങ്ങനെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പരായല്ലോ പ്രസംഗിച്ച. ഇത് ആ മാതിരിയുടെ ഏകാധിപത്യത്തിലേക്ക് മോദിയൊന്നും പോയിട്ടില്ല. പക്ഷേ ഇവിടെ സതീശൻ ചെയ്യണമെന്ന് വെച്ചാൽ സതീശൻ പിണറായിനേക്കാൾ അപ്പുറത്ത്, പിണറായിക്കെതിരെ ഒന്നും പറയാൻ ഉള്ള യോഗ്യത. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ അടിത്തറ ഒട്ടാകെ അങ്ങ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പും ഇപ്പോൾ പാളുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇതിൽ സതീശന്റെ പിടിവാശി തന്നെയാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്? അതെ, അതിലെന്താ സംശയമുള്ളത്. കാരണം PV അൻവറിനെ ഏതോ കാലത്ത് PV അൻവർ ഇയാൾക്കെതിരെ പറഞ്ഞു, അത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ വൈരാഗ്യം വെച്ച് ചുരുക്കം വെച്ചിട്ട് ഇപ്പം കണക്ക് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാണ്ട് അൻവർ കാലുടിക്കാൻ ചെല്ലുന്ന സതീശൻ കരുതി കാലുടിക്കുന്ന രാഷ്ട്രീയക്കാരെ മാത്രമേ സതീശൻ കണ്ടിട്ടുള്ളൂ. സതീശനാണെങ്കിൽ കാലുടിക്കാൻ പോകും. അപ്പം ഞാനാണെങ്കിൽ ആ സ്ഥാനത്ത് അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പം അതുകൊണ്ട് അയാളും അങ്ങനെ ചെയ്യുമായിരിക്കുന്നത് കരുതി പോയി പണി നോക്കി പുല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ PV അൻവറിൻ്റെ പണി നോക്കിപ്പോയി. ഇത് പോകാൻ കാരണക്കാരനാരാ? ഈ ഇലക്ഷനെ ഇത്ര കണ്ട് പിന്നെ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി, ദുർഭാഷയ്ക്ക് വേണ്ടി, അത് കൊട്ടേഷനാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പം ഈ പുനർജനി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സതീശനെതിരെ കത്ത് നിൽക്കുന്നുണ്ട്. ഈ പിന്നെ എങ്ങനെയാണോ എക്സാലോജിക്കിൻ്റെ കാര്യം പറഞ്ഞ് പിണറായിനെ മോദി വരച്ച വരയിൽ നിർത്തുന്നത്, തിരിച്ചപ്പുറത്തും ഡീലുണ്ട്. കൊടകര കുഴൽപ്പണ കേസ്, നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്നുണ്ട്. ഡീലിങ്സ് ഇവരൊക്കെ തമ്മിൽ വൈകുന്നേരം ആകുമ്പോൾ കച്ചവട ചർച്ച നടക്കുന്നുണ്ട്. അപ്പം എക്സാലോജിക്കിൻ്റെ കേസ് പറഞ്ഞത് ഡെമോക്രസിൻ്റെ വാള് പോലെ പിന്നെ മകളുടെ കഴുത്തിന് മേലെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പം പിണറായി വിജയനെ സറണ്ടർ ചെയ്തതാണ്. പിണറായി വിജയൻ പിന്നെ ADGP MR അജിത് കുമാർ പോയി ചർച്ച നടത്തി. അജിത് കുമാറിനെതിരെയാണ് ഏറ്റവും കൂടുതൽ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അൻവറാണ് ഈ വിഷയങ്ങളെല്ലാം കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടു തന്നത്. ഈ വിഷയങ്ങളൊക്കെ അതിൻ്റെ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത്, ഗുണഭോക്താവാകാൻ പോകുന്നത് UDF-ഉം കോൺഗ്രസും സതീഷനും ഒക്കെ തന്നെയായിരുന്നു. അത് സതീഷിന് ഇരിക്കുന്ന മുമ്പ് വിട്ടുമുറിക്കുന്ന സ്വഭാവമാണ് കാണിച്ചത്. ആ ഡീല് നടത്തിയപ്പം പിന്നെ അജിത് കുമാർ പോയിട്ട് ചർച്ച നടത്തുന്നു, RSS നേതൃത്വമായിട്ട് അങ്ങനെയൊക്കെ ചർച്ച നടത്തി ചെയ്തത് അതേ പണി എങ്ങനെയാണോ BJP ഇയാളെ ഞെട്ടിച്ചത്. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ പിണറായിനോട്, തൃശ്ശൂർ സീറ്റ് ഞങ്ങളുടെ എടുക്കുക എന്നല്ല, ഞങ്ങൾക്ക് എടുത്ത് തന്നറാന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ VS സുനിൽകുമാർ ഇല്ലെങ്കിൽ ജയിക്കുമായിരുന്നു. ആ പൂരം കലക്കി കൊടുത്തത് കൊട്ടേഷനാണ്. അത് RSSന്റെ കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻ പിണറായി വിജയനെ ഏൽപ്പിച്ചു. പിണറായി വിജയൻ അത് അജിത് കുമാറിനെ കൊണ്ട് നടപ്പിലാക്കിച്ചു. MR അജിത് കുമാർ ഇത്രയും വലിയ ലോകശ്രദ്ധത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയാവുന്ന തൃശ്ശൂർ പൂരം നടക്കുമ്പം രാത്രി 12 മണിയായപ്പോൾ കിടന്നുറങ്ങി എന്ന് പറയും. ഇപ്പം പറഞ്ഞ അതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം മുപ്പരുവാറിൻ്റെ 12 മണിക്ക് കിടന്നുറങ്ങിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്വേഷണം പിന്നെ അദ്ദേഹത്തിന് മൊഴി കൊടുത്തിട്ടുള്ളത് കിടന്നുറങ്ങി, ഞാൻ 12 മണിയായപ്പോൾ കിടന്നുറങ്ങിയത്. ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള, ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP 12 മണിക്ക് 12 മണിക്കാണ് പൂരം നടക്കുമ്പോൾ കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. TV-ലൂടെങ്കിലും പൂരം കണ്ടുകൊണ്ടിരിക്കും മലയാളി. അപ്പം ഈ കരാർ ഏറ്റെടുത്തതുപോലെ ഇപ്പം സതീശന് കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ, പിണറായി വിജയൻ കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ പുനർജനി കേസ് പൊക്കും. അതോടൊപ്പം തന്നെ പറവൂർ സീറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിട്ട് പൊതു സ്വാതന്ത്ര്യം നിർത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ നിലമ്പൂരി ഞങ്ങൾക്ക് തന്നേക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പം സതീശൻ്റെ കയ്യിലിരിപ്പുണ്ട്. അൻവർ നന്നായി വോട്ട് പിടിക്കും. ആ വോട്ട് പിടിക്കുന്നത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടാവും പിടിക്കുക. അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരെ വോട്ട് പിടിക്കും. അതിനിടയിൽ കൂടി സ്വരാജ് ജയിച്ചു പോകും. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ LDF വീണ്ടും അധികാരത്തിൽ വരും. ഇത് പിന്നെ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുമ്പോഴും, കാരണം സെമി ഫൈനൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, ഫൈനൽ എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുമ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിൽ ജയിക്കുന്നവർ ഫൈനലിന് ജയിക്കും, സെമി ഫൈനലിന് പ്രസക്തിയില്ല എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുന്നത്. അത് സതീശൻ ഞാൻ പറഞ്ഞ ഈ വാക്ക് തന്നെയാണ്. ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുന്ന ഒരു കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവിയുടെ അവസ്ഥയ്ക്ക് പോവുക. പുനർജനി കേസിൽ ഇയാൾ നടത്തിയിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകളെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ED ഉൾപ്പെടെ അതിനകത്ത് വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൾഫ് പര്യടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ അൻവർ ഉന്നയിച്ച ചില കാര്യങ്ങളൊക്കെ ശരിയായി, അയാൾക്ക് പൈസ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പിന്നെ വസ്തുതാപരമാണെന്ന് തന്നെയാണ് നമുക്ക് ഊഹിച്ച പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴും സതീശനാണ് ഇവരെ ഈ
പിന്നെ ഫണ്ട് റൈസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സതീശൻ എവിടെ നിന്നാണ് ബാക്ക് ബോൺ ആയിട്ട് പൈസ ഇറക്കാനുള്ള ആൾക്കാർ ആരാണുള്ളത്? തീർച്ചയായും അൻവർ പല കാര്യങ്ങളും ഇട്ടുകൊടുക്കുകയാണ് അല്ലെ. ഇപ്പോ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുക്കുമ്പോൾ അവിടെ മുഖം മിനുക്കേണ്ട കോൺഗ്രസിന് ഇപ്പോൾ മുഖം മറക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയല്ലേ. അപ്പോൾ അവിടെ VD സതീശൻ മാത്രമല്ല മുഖം മറക്കേണ്ട അവസ്ഥ വരുന്നത്. ഒരു കോൺഗ്രസ് കൂട്ടായ്മ മൊത്തം അതിൽ പെട്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾ ചിന്തിക്കില്ലേ, എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുമ്പോഴും അവർ പിന്തുണപ്പെടുന്നുണ്ട്, പക്ഷെ അവർ ഭരണത്തിൽ വന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ ചിന്തിക്കില്ലേ ഇവിടെ? അല്ല, അദ്ദേഹം പറഞ്ഞത് ഇതൊരു ക്ലാസിക് പോരാട്ടമായി മാറേണ്ടിയിരുന്ന മത്സരമാണ്. നമ്മുടെ BS ജോയ് സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഈസി വാക്ക് ഓവറാ. BS ജോയ് സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ സ്വരാജ് വരികയില്ല. സ്വരാജ് വരാനിടയായത് ആര്യാടൻ ഷൗക്കത്ത് വന്നപ്പോൾ ഇതിനകത്തുള്ള എതിർപ്പും പിന്നെ അൻവറിന് മുന്നണി പ്രവേശം അസാധ്യമാകും എന്നുള്ള ധാരണയും കൂടി എത്തിയപ്പോഴാണ് സ്വരാജ് വരുന്നത്. അൻവർ സ്വന്തമായി ഇന്നിങ്ങനെ വോട്ട് ബാങ്കുള്ള ഏത് നേതാവാണ് കേരളത്തിലുള്ള സ്വന്തമായിട്ട് വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ നിന്നാൽ, ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ആരാ ഇന്ന് കേരളത്തിലുള്ളത്? ആ രീതിയിൽ അയാൾക്ക് അവിടെ അടിത്തട്ടിൽ നല്ല ബന്ധമുണ്ട്. ഒരുപാട് കുഴപ്പങ്ങൾ അയാൾക്കുണ്ട്, നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് നല്ല കാലിബറുള്ള നേതാവ് തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തൊക്കെ കേരളത്തിൻ്റെ നിയമസഭയിൽ പല ഈ വിവരം കെട്ടവന്മാരും അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ പിന്നെ വായി തോന്നുന്നു വിളിച്ചു പറയുന്ന ആൾക്കാരെ കാണുമ്പം ആര്യാടൻ ഷൗക്കത്തൊക്കെ അവിടെ ഇരിക്കേണ്ട ആളാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വായനയും സാംസ്കാരിക ബോധവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സെറ്റിൽ ചെയ്യേണ്ടിയിരുന്ന അങ്ങനെയല്ല. ഒന്നുകിൽ തവനൂർ സീറ്റ്, അല്ലെങ്കിൽ പട്ടാമ്പി സീറ്റ്, അതുമല്ലെങ്കിൽ തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗ് ഇപ്പോൾ കുറേ ആയിട്ട് തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. ആ സീറ്റ് ഏറ്റെടുത്തിട്ട് അവിടെ നിർത്തി മത്സരിപ്പിക്കാം, ജയിപ്പിക്കാം എന്ന ഓഫർ കൊടുത്ത് പിന്നെ ഇനി അഥവാ പരാജയപ്പെട്ടാൽ ഭരണത്തിൽ UDF വന്നു കഴിഞ്ഞാൽ പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ KTDCയിലെ പിന്നെ ചെയർമാൻ സ്ഥാനത്തോ അതല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തോ, കാരണം അദ്ദേഹത്തിനും കൂടി ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അഭിരുചികളുള്ള മേഖലയാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടിയിട്ട് ഇപ്പോൾ ഇവരാക്കിയതുപോലെ ഇവർ കഴിഞ്ഞ മന്ത്രിസഭയുടെ സമയത്ത് ബാലകൃഷ്ണ പിള്ളയെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ക്യാബിനറ്റ് റാങ്ക്, ഭരണപരിഷ്കാര സമിതി ചെയർമാൻ BS അച്യുതാനന്ദൻ ക്യാബിനറ്റ് റാങ്ക്. ഇപ്പോൾ പിടിച്ചിട്ട് മറ്റേ കളവുണ്ടല്ലോ നമ്മളെ തിരുതാ തോമാച്ചൻ, അയാളെ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ കൊണ്ടുപോയിട്ടിട്ട് ലക്ഷങ്ങൾ പെൻഷൻ കിട്ടുന്ന ആളാണ്. കുറേ കാലം MLA ആയി MP ആയി കേന്ദ്രമന്ത്രിയായൊക്കെ ഇരുന്ന ആളാണ്. അയാളെ കൊണ്ടുപോയിട്ട് ഈ വയസ്സുകാലത്ത് അവിടെ ഡൽഹി കൊണ്ടുപോയി കൂടി ഇരുത്തിയിട്ടുണ്ട് ക്യാബിനറ്റ് റാങ്ക്. നമ്മളെ ചിലവിൽ നമ്മുടെ നാട്ടുകാർക്ക് ബസ്സിന് പൈസ കൊടുക്കാൻ പൈസ ഇല്ലാത്തപ്പം പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുന്നൊരു കാലത്ത് നമ്മൾ കുട്ടികളെ ഈ തിരക്കുള്ള സമയത്ത് പോലും ഫുൾ ടിക്കറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സീറ്റിലിരിക്കാതെ കൺസെഷൻ പൈസ കൊടുത്ത് നിന്ന് ഗതികെട്ട് പോകുന്ന ഒരു മനുഷ്യരുള്ള കാലത്ത് ഇയാൾക്ക് ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിക്കാൻ നമ്മളെ പൈസ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുപോയി കൂടിയിരുത്തിയ പോലെ ആര്യാടൻ ഷൗക്കത്തിന് പിന്നെ ഭരണം കിട്ടിയാൽ ഒരു ക്യാബിനറ്റ് പദവി തരും എന്ന് പറഞ്ഞാലും മതിയിരുന്നു. അയാൾക്ക് സ്കില്ലുള്ള ആളാണ്, അയാൾ കഴിവുണ്ട്, അയാളെ കഴിവ് ഉപയോഗിക്കപ്പെടേണ്ടതാണ്. മുനിസിപ്പൽ ചെയർമാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ രീതിയിൽ പ്രവർത്തിച്ച അങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നിലമ്പൂർ എണ്ണം കൊണ്ടുവന്ന് നിർത്തണം എന്നുള്ള വാശി ഈ കൊട്ടേഷനാണ്, പിണറായി വിജയൻ്റെ കൊട്ടേഷൻ. കാരണം നിലമ്പൂർ സീറ്റ് ഇങ്ങോട്ട് തന്നളാ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ പുലർച്ചെ ഞങ്ങൾ പിടിക്കും, നിനക്ക് പിന്നെ കേസും പിന്നെ വയ്യാവേലിയൊക്കെ ആവും എന്നുള്ളത് പറഞ്ഞപ്പോൾ സതീശൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സറണ്ടർ ചെയ്ത് കൊടുത്താൽ. പക്ഷേ സതീശൻ സ്വയം അല്ല സറണ്ടർ ചെയ്തത്, സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുക ചെയ്തത്. കാരണം അവിടെ ഇപ്പോൾ UDFന് ജയിക്കാൻ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മണ്ഡലം അത് വെള്ളിത്താലത്തിൽ വെച്ച് പിന്നെ പിണറായി വിജയന്റെ കാൽക്കൽ സമർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സതീശൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ VD സതീശനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടായി. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ സഭയിൽ ഉന്നയിക്കുന്ന പല പരാമർശങ്ങളുണ്ട്. അത് പലതും അദ്ദേഹത്തിന് വിനയായി വന്നിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹം പല ഘട്ടങ്ങളിലും സഭയിൽ സംസാരിക്കുന്ന സമയത്ത് പിണറായി സർക്കാരിനെ വീഴ്ത്താനുള്ള പല നയങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും വില പോകാറില്ല. പക്ഷെ മറ്റൊരു സ്ഥാനത്ത് കഴിഞ്ഞ ഭരണത്തിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും പിണറായി സർക്കാരിനെ വീഴ്ത്താനുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ കേരളത്തിൽ നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള കാലഘട്ടത്തിൽ എടുത്താൽ പിന്നെ 2001 തൊട്ട് 2006 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന, പിന്നീട് 2011 തൊട്ട് 16 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനാണ് ഏറ്റവും കേരളം കണ്ട കാലത്ത് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മളെ കണ്ട കാഴ്ച വെച്ചിട്ട്. അത് കഴിഞ്ഞാൽ മികച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷേ മൂപ്പര് നല്ലൊരു ഒറേറ്ററല്ല, വലിയ പ്രസൻറ്ററല്ല. പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളതൊന്നും വലിയ ധാരണയില്ല. പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു, നിയമവ്യവഹാരത്തിലേക്ക് പോയിട്ടുണ്ട് പലതും. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ പലതും വന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും ഈ സർക്കാരിനെ പിണറായിക്ക് മുൾമുനയിൽ നിർത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഈ വൃത്തികേടുകളൊന്നും കാണിക്കാൻ പോയിട്ടില്ല. അയാൾ പുനർജനി എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പടത്താൻ പോയിട്ടില്ല. അപ്പോൾ അയാളെ തിരിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കേസ് പിൻവലിപ്പിക്കാൻ പിണറായിക്ക് കഴിയില്ല. സതീശന് നിയമവ്യവഹാരത്തിലേക്ക് പോകാൻ, കോടതിയിലേക്ക് പോകാൻ ധൈര്യമില്ല.
സതീശൻ പോയി കഴിഞ്ഞാൽ സതീശൻ്റെ പുറകെ അതിനേക്കാൾ 100 കേസ് വരും. അപ്പോൾ ഇതാ എൻ്റെ കുഴപ്പത്തിന് നിങ്ങളും എന്നെ പിന്നെ ശിക്ഷിക്കാൻ വേണ്ടി പുറകെ നടക്കണ്ട, നിങ്ങളത് ഞാനും. വെറുതെ നമ്മൾ ഇടയ്ക്കൊക്കെ പത്രക്കാരൊക്കെ മുമ്പിലും സഭയിലും ഒക്കെ ആൾക്കാരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും ഉന്നയിക്കാന്നല്ലാതെ വേറെ ഡീലിലേക്കൊന്നും വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും പോകണ്ട എന്നുള്ള ഡീൽ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. അത് ഈ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അവർക്ക് പക്ഷേ വിവരം വെച്ച് വരും. ഇപ്പോൾ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും മുരളീധരനും ഒന്നും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃക്കാക്കരയിലൊക്കെ ഇവരെല്ലാവരും തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട്, പുതുപ്പള്ളിയിൽ ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട്. നിലമ്പൂർ ഇങ്ങനെ ഒരു പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പം എന്തുകൊണ്ട് ഇവർ പോയില്ല? എന്ത് കാരണം പറഞ്ഞാലും കല്യാണത്തിന് മുഹൂർത്തത്തിന് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഈ പുതിയാപ്പിളയും പുതിയണ്ണും പിന്നെ മണികളേക്ക് പോകാൻ നേരത്തെ അവിടെ പോയിട്ട് ചായ കുടിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുഹൂർത്തത്തിന് അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നീരസം അറിയിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറഞ്ഞാൽ ആ പ്രവർത്തക കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനകത്ത് പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങൾ സതീഷിനെതിരാണ്, സതീഷിൻ്റെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരാണ്. അതിൻ്റെ പേരിൽ വരുന്നത് ലെറ്റ് ഹിം സഫർ എന്നുള്ള നിലപാടിലേക്ക് അവർ പോയിട്ടുണ്ട്. അത് വരുമ്പം എന്തായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് സതീഷിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കൗണ്ട് ഡൗൺ കൂടി ആരംഭിച്ചു തുടങ്ങിയാണെന്ന് ഞാൻ പറയും.